വിനേഷ് വിശ്വനാഥ് എന്ന സംവിധായകന്റെ സംവിധാനത്തിൽ ഗണിച്ചൊരുക്കിയ ഒരു നല്ലൊരു കൊച്ചു ചിത്രം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയാണ്. സിനിമയ്ക്ക് അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു. നല്ലൊരു കൊച്ചു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ. വളരെ രസകരമായി കണ്ടാസ്വദിക്കാവുന്ന, നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമ കൂടിയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. എനിക്ക് ശരിക്കും സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു. നമ്മുടെ സ്കൂള്, നമ്മുടെ അതിന് ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ്, അങ്ങനെ കൊച്ചു കൊച്ചു ഇണക്കങ്ങൾ, അങ്ങനെ കുറേ രസകരമായ കാര്യങ്ങൾ ഓർത്തുപോയി ഈ സിനിമ കണ്ടപ്പോൾ. ശരിക്കും ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള പയ്യൻ, ശ്രീകുട്ടൻ എന്നുള്ള റോൾ ചെയ്ത പയ്യനടക്കം എല്ലാവരും ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അജു വർഗീസ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളി നൈസായിട്ട് അപ്പോൾ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സാറുമാരിനെ ഒക്കെ ഓർമ്മ വരും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സാർ ഉണ്ടാവും. അങ്ങനെ ഈ സിനിമയുടെ തുടക്കത്തിലൊരു ക്ലാസ്സിൽ നടക്കുന്ന ഒരു എപ്പോഴും നന്നായി പഠിക്കുന്ന ഒരുത്തനാണ് ക്ലാസ് ലീഡർ ആകുക. അപ്പം നമ്മുടെ ആള് ഞാൻ ഇപ്രാവശ്യം എനിക്ക് ആവണം എന്ന് പറഞ്ഞ് പറയുകയും എലക്ഷൻ വെക്കുകയും ചെയ്യുന്ന ഒരു രസകരമായ ഒരു കാര്യം. അത് ചെറിയ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് സാമ്യതയോടെ ഒരു സ്കൂൾ ലൈഫ് എങ്ങനെ കൊണ്ടുപോകും, സ്കൂൾ ലൈഫ് അതിന് എത്രത്തോളം അടിത്തറവാകുന്നു എന്നുള്ളത് കൂടെ സംവിധായകൻ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമയിലൂടെ. അത് എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. നല്ല രസകരമായ മുഹൂർത്തങ്ങളാണ്. രസകരമായി ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ പറ്റും, ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. പെർഫോമൻസ് വൈസ് എല്ലാ പിള്ളേരും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ നന്നായി ആസ്വദിച്ച കുറേ സീനുകളുണ്ട്. മറ്റേ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ മറ്റേ വേറൊരു പയ്യൻ്റെ ഒരു കമൻട്രി ഉണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ ആ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തൊട്ടടുത്ത ക്ലാസ്സുകൾ തമ്മിൽ മാച്ച് വയ്ക്കുമല്ലോ, മാച്ച് വെച്ചതിന് ശേഷം പിന്നെ അടിയാവുക, അങ്ങനത്തെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തു പോകും ഈ സിനിമ കാണുമ്പോൾ. അങ്ങനെ ഒരു നല്ലൊരു മൂവിയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ. അപ്പം പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിരുന്നു. അജു വർഗീസൊക്കെ ഭയങ്കര ആ ക്യാരക്ടർ പുള്ളി പക്കാവായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഇരുത്തം തന്നെ, ഒരാളെ ഒരാളെ ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നുണ്ട്. അത് സത്യമാണ്. കാരണം ബാക്ക് ബെഞ്ചേഴ്സിന് ഫ്രണ്ട് ബെഞ്ചേഴ്സിന് പിടിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. കാരണം അവന്മാർ വലിയ പഠിപ്പുകളാണ്. മിഡിൽ ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നവർ ഉള്ള ഒരു ഇതിലും ബാക്ക് ബെഞ്ചേഴ്സ് ഉഴപ്പന്മാരാണ്, അവരാണ് നല്ല രീതിയിൽ അങ്ങനെ ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിനെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്. അത് നല്ല രസകരമായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കാം. നിങ്ങളുടെ പഴയ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള ഈ സിനിമ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.